അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, മനുഷ്യ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. രോഗങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും അപകടം പറ്റി ഉണ്ടാകുന്ന രോഗങ്ങളും സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൽ തന്നെ ഉടലെടുക്കുന്ന രോഗങ്ങളും. അത്തരം രോഗങ്ങളിൽ നമ്മെ വല്ലാതെ അസ്വസ്ഥപ്പെടുന്ന രോഗങ്ങളാണ് കുരുക്കളും മുറിവുകളും പഴുപ്പുകളുമൊക്കെ തന്നെ. ഇപ്പോൾ കുരു എന്ന വാക്ക് ഉപയോഗം തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് എന്തെല്ലാം തരം കുരുക്കൾ വന്നിട്ടുണ്ടോ അതിനെപ്പറ്റി നമ്മുടെ ഉള്ളിൽ ഒരു ഓർമ്മപ്പെടുത്തൽ സംഭവിക്കും. കുരു എവിടേക്ക് വരാൻ സാധ്യതയുണ്ട്? തല മുടിക്കുള്ളിൽ കുരു വരാൻ സാധ്യതയുണ്ട്. മുഖക്കുരു നമുക്ക് വളരെ അറിയുന്ന കാര്യമാണ്. ഇതേപോലെ നാവിലോ ചുണ്ടിലോ ആയിക്കൊണ്ട് കുരുക്കളോ അല്ലെങ്കിൽ മുറിവുകളോ പോലെ വരാൻ സാധ്യതയുണ്ട്. ഇനി കണ്ണിൻ്റെ അകത്തുള്ള ആ ഭാഗത്ത് കുരുക്കൾ വരാൻ സാധ്യതയുണ്ട്. അവിടെ ഉണ്ടാകുന്ന കുരു വളരെ ഡിഫറൻ്റ് ആയിരിക്കും. ഇങ്ങനെ ശരീരമാസകലം ചോരക്കുരു അല്ലെങ്കിൽ വ്യത്യസ്തമായ സ്വഭാവത്തിലുള്ള കുരുക്കൾ. കാലിൻ്റെ അടിയിൽ കുരു വരും, പക്ഷേ അത് നമ്മൾ കുരു എന്നല്ല പറയുക, അത് നമ്മൾ ആണിരോഗം എന്ന് പറയാം. അതും ഒരുതരം കുരുവാണ് ആക്ച്വലി. ഇങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വ്യത്യസ്ത സ്വഭാവത്തിൽ കുരുക്കൾ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾക്ക് പലപ്പോഴും ബ്രസ്റ്റുമായി ബന്ധപ്പെട്ട് കുരുക്കൾ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഈ കുരുക്കളൊക്കെ പലപ്പോഴും കൃത്യമായി ചികിത്സ ചെയ്ത് ഉണങ്ങുമെങ്കിലും ചിലതെങ്കിലും ഉണങ്ങാതെ സമയമെടുക്കുന്ന ഒരു അവസ്ഥ കാണും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തരം മുറിവാണ് ഈ വെരിക്കോസ് അൾസർ പോലുള്ളത്. വെരിക്കോസ് വെയിനും ഒരു തരത്തിലുള്ള വേദനയോടുകൂടി പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ അതിനേക്കാളും വലിയ പ്രയാസമാണ് വെരിക്കോസ് അൾസർ പോലുള്ള സംഗതികൾ. അപ്പോൾ ഈ പഴുപ്പുകൾ അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ അക്യുപഞ്ചർ ചികിത്സ ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണമായി സുഖപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ പഴുപ്പുകൾ അതിന് ചികിത്സിക്കുമ്പോൾ ആ ചികിത്സാ കാലയളവിൽ ശ്രദ്ധിക്കേണ്ട ചിട്ടകൾ പാലിക്കാത്തതിൻ്റെ പേരിലാണ് പലപ്പോഴും ഈ പഴുപ്പുകളൊക്കെ തന്നെ വ്രണങ്ങളായി മാറുന്നത്, അല്ലെങ്കിൽ ഉണങ്ങാത്ത വ്രണങ്ങളായി മാറിപ്പോകുന്നത്. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും രോഗത്തിൻ്റെ മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് പഴുപ്പ് വരാറുണ്ട്. അതിൽ പല പഴുപ്പുകളും അത് വിട്ടുമാറാത്ത പഴുപ്പായി മാറുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം കഴിക്കുന്ന മരുന്നുകളായിരിക്കും. അങ്ങനെ വരുമ്പോൾ കഴിക്കുന്ന മരുന്ന് ഒഴിവാക്കി ചികിത്സിക്കുമ്പോഴാണ് ആ പഴുപ്പുകളും ആ വ്രണങ്ങളും പരിപൂർണമായി സുഖപ്പെടുകയുള്ളൂ. ഇത് ആക്സിഡൻ്റായിട്ടുണ്ടാകുന്ന വ്രണങ്ങൾ അത് വേറെ സ്വഭാവത്തിലാണ്. അത് പെട്ടെന്ന് ഉണങ്ങിയാൽ ഓക്കെ, അത് ഉണങ്ങിയില്ലെങ്കിൽ അതും വ്രണമായി മാറാറുണ്ട്. അങ്ങനെ വ്രണങ്ങളായി മാറുമ്പോൾ അതുണ്ടാകുന്ന ദുർഗന്ധവും അതിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന പഴുപ്പും രക്തവും ഒക്കെ തന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തും, നമ്മുടെ ജീവിതം വല്ലാതെ ദുസ്സഹമാക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഏതെങ്കിലും ആളുകൾക്ക് അക്യുപഞ്ചർ ചികിത്സ ഉപയോഗപ്പെടുത്തുമ്പോൾ നിലവിൽ കഴിക്കുന്ന മുഴുവൻ മരുന്നും ഒഴിവാക്കി ചികിത്സിക്കുമ്പോഴാണ് ഈ എല്ലാ വ്രണങ്ങളും സുഖപ്പെടുന്നത്. ഇതിൽ വായ്പുണ്ണ് പോലെ നാവിലോ ചുണ്ടിലോ ഉണ്ടാകുന്ന പഴുപ്പുകൾ പോലും പലരും ബി കോംപ്ലക്സ് പോലുള്ള മരുന്നുകൾ കഴിച്ച് മാനേജ് ചെയ്യാറുണ്ടെങ്കിലും തൽക്കാലം ആ മരുന്ന് കഴിക്കുമ്പോൾ അത് സുഖപ്പെടുമെങ്കിലും പിന്നീട് അത് പിന്നെയും വരികയും ആദ്യം കഴിച്ച ബി കോംപ്ലക്സ് കഴിച്ചാൽ പിന്നെ മാറാതാവുകയും ചെയ്യുന്ന കാഴ്ച കാണാറുണ്ട്. ഇങ്ങനെ വരുമ്പോഴൊക്കെ തന്നെ കഴിക്കുന്ന മരുന്നുകൾ പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് അക്യുപഞ്ചർ ചികിത്സ ഉപയോഗപ്പെടുന്ന ഗുണകരമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കൂ, എൻ്റെ ഈ കൈക്ക് ഞാൻ ചുമരിൽ ആണി അടിക്കുന്നതിൻ്റെ ഭാഗമായി അടി തെറ്റി എൻ്റെ കൈക്ക് അടി പറ്റിയെന്ന് വിചാരിക്കുക. ഇങ്ങനെ കൈക്ക് അടി പറ്റിക്കഴിഞ്ഞാൽ നല്ല വേദനയുണ്ടാകും, അവിടെ വീക്കമുണ്ടാകും, ചുവപ്പ് നിറം വന്നിട്ടുണ്ടാകും. ഈ വേദന എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തും. ഇപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ, ഇവിടെ ഈ അനുഭവിക്കുന്ന വേദന മാറാൻ വേണ്ടി ഞാൻ അലോപ്പതി മെഡിസിൻ ഉപയോഗിക്കുകയാണെങ്കിൽ ആ വേദന മാറും. ആ വേദന എങ്ങനെയാണ് മാറിയത്? എൻ്റെ കൈക്കുണ്ടായിട്ടുള്ള ആ ഡാമേജ് സുഖപ്പെട്ടാണ് ആ വേദന മാറിയതെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. അങ്ങനെയാണ് പലപ്പോഴും അലോപ്പതി മരുന്നുകൾ നമ്മൾക്ക് നൽകുന്നത്. എന്ന് വെച്ചാൽ ഈ വേദന മാറാനുള്ള കാരണം ഇവിടെ ചികിത്സ ഒന്നും നൽകിയിട്ടില്ല, കഴിച്ച മരുന്ന് ബ്രെയിനിൽ നിന്നുള്ള ഈ ഭാഗത്തേക്കുള്ള സംവേദന ശേഷി അഥവാ സെൻസേഷൻ അതിനെ തളർത്തിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ വേദന അനുഭവിക്കുന്നില്ല. എന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തിൻ്റെ വേദന എന്ന് പറയുന്ന ഈ വസ്തുതയെ മറച്ചു വച്ചിരിക്കുന്നു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ വേദനയെ എൻ്റെ ശരീരം അറിയാതെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു അർത്ഥത്തിലുള്ള വഞ്ചനയാണ് സംഭവിക്കുന്നത്. വസ്തുതകൾ മറച്ചു വെക്കുന്നതിനെയാണ് നമ്മൾ വഞ്ചിക്കുക എന്ന് പറയാമെങ്കിൽ, ഇവിടെയുള്ള വേദന സുഖപ്പെടാതെ താൽക്കാലികമായി മറച്ചു വച്ചിരിക്കുന്നു. എൻ്റെ ബ്രെയിൻ ആ വേദന സെൻസ് ചെയ്യാത്തൊരു സ്വഭാവത്തിലേക്ക്
ചികിത്സ നൽകിയിരിക്കുന്നു. ഇത് എൻ്റെ കൈയുടെ ഉപയോഗം കൂടുതൽ ആവാൻ സഹായിക്കുമോ, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുണ്ടായ ഡാമേജ് അത് സുഖപ്പെടാൻ സഹായിക്കുമോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ തീർച്ചയായും എൻ്റെ കൈ കിട്ടിയ അടി, അതിനുണ്ടായ ആഘാതം, അത് എൻ്റെ വിരലുകളിലുണ്ടായിട്ടുള്ള ഡാമേജ്, ഈ ഡാമേജ് സുഖപ്പെടാനല്ല സഹായിക്കുന്നത്, കൂടുതൽ ദുർഘടമാകുന്ന അവസ്ഥയിലേക്ക് കാര്യം പോകുന്നു. ഇതാണ് ഞാൻ വഞ്ചിക്കുന്നു എന്ന വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം. അവിടെ രോഗം സുഖപ്പെട്ടിട്ടല്ല വേദന മാറിയത്, മറിച്ച് വേദന അറിയാത്തൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇത്തരം മരുന്നുകളാണ് കഴിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും എൻ്റെ ഈ വിരലിൻ്റെ അകത്തുണ്ടായിട്ടുള്ള ഈ ഡാമേജ് അത് കൂടുതൽ വ്രണമായി മാറാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ഏതെങ്കിലും വ്രണങ്ങൾ സുഖപ്പെടാൻ, പഴുപ്പുകൾ സുഖപ്പെടാൻ നിത്യം മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ആ കഴിക്കുന്ന മരുന്ന് പലപ്പോഴും ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ രോഗം ഒരിക്കലും മാറാത്ത ഒരവസ്ഥയിലേക്ക്, അത് ഒരു നിത്യരോഗിയായി മാറുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിലവിൽ കഴിക്കുന്ന മരുന്നുകൾ ഒഴിവാക്കിക്കൊണ്ട് അക്യുപഞ്ചർ ചികിത്സ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരം വ്രണങ്ങളൊക്കെ തന്നെ മാറാൻ അക്യുപഞ്ചർ മതിയായ ചികിത്സയാണ്. ഏതായാലും പലരും കാലിൻ്റെ പല ഭാഗങ്ങളിലായി, പ്രത്യേകിച്ച് മുട്ടിന് താഴെ ഭാഗങ്ങളിലായി കൊണ്ട് തന്നെ വിട്ടുമാറാത്ത പഴുപ്പ് എന്ന് പറഞ്ഞ് ആ പഴുപ്പിന് ചികിത്സ ചെയ്ത് വർഷങ്ങളായി ചികിത്സ ചെയ്ത് പലപ്പോഴും നടക്കാൻ പോലും പറ്റാത്ത രൂപത്തിലേക്ക് കാല് തടിച്ച് വീങ്ങി വീർത്ത് വല്ലാത്തൊരു ഭാരമുള്ള കാലുകളൊക്കെയായി മാറി ഇങ്ങനെ വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് തന്നെ ആ മരുന്നൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരം വ്രണങ്ങളും പഴുപ്പുകളും ചികിത്സിക്കുന്നത് പരിപൂർണമായി രോഗം സുഖപ്പെടാൻ സഹായിക്കും. ഏതായാലും വർഷങ്ങളായി ഇനി ഒരിക്കലും മാറില്ലെന്ന് പറഞ്ഞ ഒട്ടേറെ വ്രണങ്ങൾ മനുഷ്യ ശരീരത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാകാറുണ്ട്. ഇതിന് കഴിക്കുന്ന മരുന്നുകൾ ഒരുപക്ഷെ ആ അസുഖത്തിന് കഴിക്കുന്ന മരുന്നുകൾ ആയിക്കൊള്ളുന്നില്ല, മറ്റേതെങ്കിലും അസുഖത്തിന് കഴിക്കുന്ന മരുന്നുകൾ ഒരുപക്ഷെ ഇത് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം വ്രണങ്ങളൊക്കെ തന്നെ മരുന്നുകൾ ഒഴിവാക്കി ചികിത്സിക്കലാണ് പരിഹാരം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും വ്രണങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും കഴിക്കുന്ന മരുന്നുകൾ തന്നെ വ്രണങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് നിരീക്ഷിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് മരുന്ന് ഒഴിവാക്കിയുള്ള ഒരു ചികിത്സാ സമീപനമാണ് പരിപൂർണമായി ഉണങ്ങാത്ത വ്രണങ്ങൾ ഉണക്കിയെടുക്കാൻ സഹായകമാകുന്നു എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കാം. ഏതായാലും ഇതേപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പലരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വ്രണങ്ങളുടെ വലിപ്പം വല്ലാതെ കൂടിപ്പോയതുകൊണ്ട് പലപ്പോഴും കാല് മുറിച്ച് മാറ്റുകൾ പോലെയുള്ള വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന അവസ്ഥകൾ കാണുന്നുണ്ട്. ഇത്തരം ആളുകൾക്കൊക്കെ തന്നെ കഴിക്കുന്ന മരുന്ന് ഒഴിവാക്കിക്കൊണ്ട് അവർ ആ ചികിത്സ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ പരിപൂർണമായി സുഖപ്പെടാനുള്ള ഒരു സാധ്യത അക്യുപഞ്ചർ ചികിത്സയിലുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്താം. താങ്ക് യു.